ജയഗിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അങ്ങനെ നമ്മളെ 2020 വേൾഡ് കപ്പിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ മാച്ചിൽ USA ആണ് അവർ നേരിടുന്നത്. ഇപ്പം ഇന്ത്യയുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കട ഇതിനും മീതെ ഒരെണ്ണം എന്ന് ചങ്കുറപ്പോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടീമാണ് ഇന്ത്യയുടെ ടീം. T20 എല്ലാ കാലത്തും ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വെടിക്കെട്ട് ബാറ്റിംഗ് നിര വേറെ ഉണ്ടായി കാണില്ല. ഇത് എന്ത് ടീമാണെന്നറിയാം. തുടക്കം മുതൽ ഒടുക്കം വരെ അടിയാനുള്ള ഒരു ടീമാണ് നമ്മളെ ഇന്ത്യൻ ടീമിലുള്ളത്. ഓപ്പണിങ്ങിൽ സഞ്ജു പോയതിൽ വിഷമമുണ്ടെങ്കിലും അത് ഇന്ത്യൻ ടീമിന് നല്ലത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ഔട്ടായ ആളെ ചുമന്ന് നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മളെ ടീം ജയിക്കണം, അതാണ് എല്ലാത്തിനും ഉപരിയായിട്ടുള്ളത്. വേൾഡ് കപ്പ് എടുക്കണം, അതാണ്. ഇപ്പോൾ ഇഷാനും അഭിഷേകും നൽകുന്ന തുടക്കങ്ങൾ അത്രയും ബ്ലാസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ സന്നാഹ മത്സരം തന്നെ കണ്ടില്ലേ, അഭിഷേക് ഡൗൺ ആയിരുന്നു എങ്കിലും പുള്ളീനെ നമുക്കറിയാലോ, ഏതോ ഓപ്പോസിഷൻ ആയാലും കൊല വിളിച്ചിരിക്കാൻ മാത്രം എന്താ പറയുക, അത്രയും പവറുള്ള ഒരു പ്ലെയറാണ്. പിന്നെ ഇഷാനെ കുറിച്ചിപ്പോൾ എന്താണ് പറയേണ്ടത്, ആദ്യ ഓവറിൽ തന്നെ 6 അടിയാണ് അന്ന് നമ്മൾ കണ്ടത്. ആകെ 7 6, 22 ബോളിൽ 52. ആശാൻ്റെ പരിപാടി തീർത്തു പോയി. അതും ഔട്ടായി പോയതല്ല, നിങ്ങൾക്ക് ഒരവസരം കിട്ടിയാൽ തന്നെ പോലെ യൂസ് ചെയ്യുമെന്ന് ഇഷാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒരൊറ്റ സീരീസ് കൊണ്ട് 32 റാങ്കാണ് പുള്ളി മെച്ചപ്പെടുത്തിയത്. ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 3 തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ബാറ്റിംഗ് ഫോമിലാണ് ഇഷാൻ കിഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന തിലക് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ വേണ്ട ഒരു പ്ലെയറാണ്. ഒരേ സമയം ഇവരെ പോലെ അടിച്ചു കയറാനും ടഫ് കണ്ടീഷനിൽ നിന്ന് കളിച്ച് ടീമിനെ ജയിപ്പിക്കാനും ഈ പുള്ളിക്കാരനെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഏഷ്യ കപ്പ് ഫൈനലൊക്കെ ഓർമ്മയില്ലേ നമുക്ക്. അത് കഴിഞ്ഞ് വരുന്നത് പിന്നെ സൂര്യയാണ്. തൻ്റെ മോശം ഫോമിന് മാൻ ഓഫ് ദ സീരീസ് ആയിട്ടാണ് സൂര്യ മറുപടി കൊടുത്തത്. തൻ്റെ ക്ലാസ് ഒന്നും എവിടെയും പോയിട്ടില്ല എന്ന് അയാൾ അവിടെ തെളിയിക്കുകയായിരുന്നു. പിന്നെ ഹാർദിക് പാണ്ഡ്യ, ഏതൊരു ബോളറും പുള്ളിക്കെതിരെ പേടിക്കും. ഏത് ബോളും 6 വായിക്കാനുള്ള കഴിവ് ഹാർദിക്കിനുണ്ട്. അത് കഴിഞ്ഞാൽ ഡുബെ, അയാളുടെ സ്ട്രെങ്ത്ത് നമ്മൾ ആ ന്യൂസിലാൻഡ് സീരീസിൽ കണ്ടതാണ്. ഇപ്പം റണ്ണൗട്ട് ആയില്ലായിരുന്നെങ്കിൽ അന്ന് ഒറ്റയ്ക്ക് പുള്ളി നമ്മളെ ജയിപ്പിച്ചേനെ. സ്പിന്ന് വന്നാൽ പിന്നെ 6 മഴ പെയ്യിക്കും ഈ മനുഷ്യൻ. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ റിങ്കു വരുന്നത്. എപ്പിക് ഫിനിഷർ, പിന്നെയും ബാറ്റ് വീശാൻ കഴിയുന്ന അക്സർ പട്ടേൽ. ഹർഷിത് റാണ ഇപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ഹർഷിത് റാണയുടെ കാര്യം പരിങ്ങലിലാണ്. അങ്ങനെ ഒരു പറ്റം പേര് ഇതിലൊരാൾ കളിച്ചില്ലെങ്കിൽ മറ്റൊരാൾ കളിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും എതിരാളികൾക്ക് ഒന്ന് പേടിക്കേണ്ടി വരും, അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. അമ്മാതിരി ബാറ്റിംഗാണ് ഇന്ത്യയുടെ നിലവിലെ ബാറ്റിംഗ് സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.